ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് കലാശാല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ ഒരു ഫേസ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വരയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ ചിലർ പറയാറുണ്ട് കണ്ണ് ചെറുതായിപ്പോയി, മൂക്ക് നീണ്ടുപോയി, താഴോട്ടായിപ്പോയി, അങ്ങനെ കുറേ കംപ്ലയിൻറ്റ്സ് ഒക്കെ പറയാറുണ്ട്. അപ്പോൾ അത് ഫേസിൻ്റെ പ്രൊപ്പോർഷൻ അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ കംപ്ലയിൻറ്റ്സ് പറയുന്നത്. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് എങ്ങനെ ഒരു ഫേസ് പ്രൊപ്പോർഷനായിട്ട് വരയ്ക്കാമെന്ന് സിമ്പിളായിട്ട് ഒരു മെത്തേഡിൽ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു കോമ്പസ് എടുക്കുക, എന്നിട്ട് അതിൽ 4 സെൻറ്റിമീറ്റേഴ്സ് റേഡിയസ് എടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് വരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വരച്ചാൽ മതി. മെഷർമെൻറ്റ് പറയുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് മെഷർമെൻറ്റ് പറയുന്നത്. ഇന്ന മെഷർമെൻറ്റ് തന്നെ എടുക്കണമെന്നില്ല, അതിൻ്റെ പ്രൊപ്പോർഷൻ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ വീഡിയോയിൽ കാണാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഡാർക്കൺ ചെയ്ത് വരയ്ക്കുന്നത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ ലൈറ്റായിട്ടുള്ള സർക്കിൾ വരയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് മാർക്ക് ചെയ്യാം, എന്നിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ സർക്കിളിൻ്റെ സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ റേഡിയസ് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2 സെൻറ്റിമീറ്റർ അവിടെ ഒരു ലൈൻ വരയ്ക്കുക. താഴോട്ടും റേഡിയസ് പകുതിയായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ സർക്കിൾ 1/4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ ലൈൻസും എന്താണെന്ന് പറയാം. ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ലൈൻ വരുന്ന ഭാഗമാണ്. രണ്ടാമത്തെ ലൈൻ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് സർക്കിളാണ്. അതെന്ന് പറയുന്നത് നമ്മുടെ ഐബ്രോസ് വന്ന് എൻഡ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും. മൂന്നാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ ഐസിൻ്റെ ലൈനാണ്. ഇനി ഇതൊന്ന് സെൻറ്ററിൽ നിന്ന് താഴോട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. കുറച്ച് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. സർക്കിളിൻ്റെ 1/4 പോർഷൻ വിട്ടുകൊണ്ട് നോക്കുക. ഇത്രയും പോർഷൻ, അതായത് ഒരു 6 സെൻറ്റിമീറ്റേഴ്സ് വരുന്ന ആ ഒരു ലെങ്ത്, ആ ഒരു ലെങ്തിന് താഴോട്ട് ഒരു സർക്കിൾ ഇനി വരച്ചു കൊടുക്കണം. അപ്പോൾ 6 സെൻറ്റിമീറ്റർ ഡയമീറ്ററാണ് വരാനുള്ളത്. അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം? മീറ്റർ ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു പോയിൻ്റിൽ കൂടി അത് ടച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ വേണം ആ സർക്കിൾ എന്ന് പറയുന്നത് വരയ്ക്കാൻ. ഒന്നുകൂടെ പറഞ്ഞു തരാം. ഈ ഒരു ലെങ്ത്, അതായത് 1/4 സർക്കിളിൻ്റെ മാറ്റിയിട്ടുള്ള ലെങ്ത്, അതായത് ഇതിൽ 6 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അത് ഡയമീറ്റർ വെച്ചുകൊണ്ട് വേണം അടുത്ത സർക്കിൾ വരയ്ക്കുക, അതായത് 3 റേഡിയസ് എടുത്തുകൊണ്ട്. അതും ഈ ഒരു പോയിൻ്റിൽ കൂടി ടച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ വേണം വരാൻ വേണ്ടി. ആ ഒരു പോയിൻ്റാണ് നമ്മുടെ നോസ് വരുന്ന പോർഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ ഈ കുഞ്ഞ് സർക്കിളിൻ്റെ സെൻറ്ററാണ്. അവിടെ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക, സെൻറ്റർ ഓഫ് സ്മാൾ സർക്കിൾ. അവിടെയാണ് നമ്മുടെ ലിപ്പ് ലൈൻ വരുന്നത്. എല്ലാം വളരെ ലൈറ്റായിട്ട് വരയ്ക്കാനുള്ളതാണ്. ഞാൻ ക്യാമറയിൽ വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡാർക്കൺ ചെയ്ത് വരയ്ക്കുന്നത്. അപ്പോൾ ഈ 2 സർക്കിളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഐസിൻ്റെ ലൈനാണ്. ആ ഒരു ലൈനിൻ്റെ മെഷർമെൻറ്റ് നോക്കുക. ഇവിടെ ഇപ്പോൾ എനിക്ക് 7 സെൻറ്റിമീറ്ററാണ് കിട്ടുന്നത്. ഈ 7 സെൻറ്റിമീറ്ററിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 0.8 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ലൈനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് 8 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 6 7 8. ഇനി മിഡിലിൽ വരുന്ന 2 പോയിൻ്റ് താഴോട്ട് വരയ്ക്കുക. അതാണ് നോസിൻ്റെ പോർഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പോർഷനിലാണ് നമ്മുടെ നോസ് വന്ന് നിൽക്കുന്നത്. ഈ ഇത്രയും പോർഷൻ നമ്മുടെ ഐസ് വരുന്ന പോർഷനാണ്. അതുപോലെ തന്നെ ഇപ്പുറ സൈഡിലും ഇത്രയും പോർഷൻ എന്ന് പറയുന്ന ഐസ് വരുന്ന പോർഷനാണ്. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് വരച്ച് നോക്കാം. 2 സൈഡിൽ ഐസ് വരയ്ക്കുന്നുണ്ട്. ഐസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, രണ്ടും ഏകദേശം സെയിം വലുപ്പത്തിനുള്ള ഐസ് വരയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നോസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഐബ്രോസ് നമ്മുടെ വലിയ സർക്കിളിൻ്റെ സെൻറ്ററിൽ വന്ന് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് ഐബ്രോസ് വരച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇനി പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് കയറി നോക്കുക. ഇനി ലിപ്പിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഐസിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. ഇപ്പുറ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈൻ ജോയിൻ ചെയ്യുന്ന പോർഷൻ വരെയായിരിക്കും ലിപ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ലിപ്സ് വരച്ചു കൊടുക്കാം.
ഇനി വരയ്ക്കാനുള്ള ഇയർ ആണ്. അത് കണ്ണിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ലിപ്പ് ലൈനിൽ വരെ എത്തി എൻഡ് ചെയ്യണം. അങ്ങനെയാണ് ഇയേഴ്സ് വരയ്ക്കാനുള്ളത്. ആവശ്യമില്ലാത്ത ലൈനൊക്കെ അങ്ങ് മായ്ച്ച് കളയാം, കൺഫ്യൂഷൻ ആക്കണ്ട. ഈ ഒരു ഹെയറിൻ്റെ ലൈൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഹെയർ വരച്ചു കൊടുക്കാം. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചെറുതായിട്ട് ഔട്ട്ലൈനും ഷെയ്ഡിങ്ങും ഒക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫീമെയിലാണ് വരച്ചത്. നിങ്ങൾക്കൊരു മെയിലിനെ ട്രൈ ചെയ്ത് നോക്കുക. പ്രൊപ്പോർഷൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് വീഡിയോസ് വീണ്ടും വീണ്ടും കണ്ടു നോക്കുക. ഒരു പൊട്ടും കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ സൈഡ് വ്യൂ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇനി പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കൂടിയുണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.